രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കിഴക്കമ്പലത്തെ 2020 എന്ന രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ കോട്ടകൾ ഒന്നൊന്നായി തകർന്നു വീഴുകയാണ്. സാബു എം ജേക്കബിന്റെ NDA പ്രവേശനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടിയിലുണ്ടായ കൂട്ടരാജി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഈ മാറ്റം വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു ദിശയിലേക്കാണ്. അത് കോൺഗ്രസിന്റെ കരുത്തുറ്റ തിരിച്ചുവരവിലേക്ക്. മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിച്ചിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് പഴയകാല കോൺഗ്രസ് പ്രവർത്തകർ ചേർന്നാണ് ഈ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്നിരുന്നത്. എന്നാൽ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായിട്ട് BJPയുമായി NDAയുമായിട്ടും കൈകോർക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനം ഇവരിൽ ഉണ്ടാക്കിയ അമർഷം ചെറുതല്ല. വർഗീയ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യുവാൻ തയ്യാറല്ലാത്ത ആ പാരമ്പര്യവാദികൾ ഇന്ന് കൂട്ടത്തോടെ പടിയിറങ്ങുകയാണ്. അവർക്ക് പോകാൻ മതേതരത്വത്തിന്റെ ഒരേ ഒരു തണൽ മരം മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇത് 2020ക്ക് സ്വാധീനമുള്ള കുന്നത്തുനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കോൺഗ്രസ് വീണ്ടും കരുത്താർജിക്കാനുള്ള ഊർജം നൽകുന്നു. പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ 20,000 വോട്ടുകൾ നേടാൻ 2020ക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ സ്വാധീനം ചെറുതല്ല എന്നോർക്കണം. മാത്രമല്ല, വൈപ്പിൻ, കോതമംഗലം പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു ചെറിയ കോട്ടമണത്ത പാർട്ടിയാണ് 2020. അതെല്ലാം BJPയുടെ കാൽ കീഴിൽ വെച്ചു കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു കൂട്ടം ആളുകൾ പടിയിറങ്ങുകയാണ്. ഇപ്പോൾ കൂട്ടരാജ്യം സംഭവിച്ചിരിക്കുന്നത് പാലക്കാടാണ്. മുതലമടയിലെ പ്രവർത്തകരാണ് പാർട്ടി വിട്ടത്. ഇതോടെ മുതലമട പഞ്ചായത്തിൽ രൂപീകരിച്ച 2020 നെന്മാറ മണ്ഡലം കമ്മിറ്റി ഇല്ലാതായിരിക്കുന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു JVM 2020 ലയിച്ച 100 അംഗങ്ങളുള്ള നെന്മാറ മണ്ഡലം കമ്മിറ്റി നിലവിൽ വന്നത്. JVM ഭാരവാഹികൾ കിഴക്കമ്പലത്തെത്തി സാബു എം ജേക്കബ് നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു ഇത് സംഭവിച്ചത്. തുടർന്ന് 2020 സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോപകുമാർ മുതലമടയിൽ എത്തുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, BJPക്ക് ചെറിയ സ്വാധീനമുള്ള സ്ഥലമായിട്ട് പോലും BJPയുടെ വിരോധമില്ല ഒരു കൂട്ടം ആളുകൾ ആ പാർട്ടിയെ വിട്ട് പോവുകയാണ്. എന്തായാലും രാജിവെച്ചവർ ജില്ലയിൽ 3ാം സ്ഥാനത്തുള്ള CPMലേക്ക് പോകില്ല. മുങ്ങാൻ പോകുന്ന കപ്പലിൽ കയറിയാൽ മുങ്ങിച്ചാകുമെന്ന് അവർക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ട് കോൺഗ്രസിന് അവിടെ സുവർണ അവസരം തെളിയുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് എന്ന UDFന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ ചുവടുവെപ്പ് വലിയ ഊർജം നൽകുകയാണ്. ഇത് CPMന് കനത്ത തിരിച്ചടിയും ഉണ്ടാക്കും. സത്യത്തിൽ കേരളത്തിൽ സാബു എം ജേക്കബിനെതിരെ ED അന്വേഷണം നടക്കുമ്പോൾ തന്നെ അദ്ദേഹം NDA പാളയത്തിലേക്ക് ചായുന്നത് വെറും യാദർച്ഛികമായ സംഭവമല്ല. അത് ബിസിനസ് സാമ്രാജ്യം സംരക്ഷിക്കാനുള്ള ഒത്തുതീർപ്പായിരുന്നു എന്ന് തെളിഞ്ഞ ശേഷമാണ് പലരും കൂട്ടരാജിയോടുകൂടി ഇറങ്ങുന്നത്. കോടികളുടെ വിദേശ നിക്ഷേപത്തിൽ സാബു എം ജേക്കബിനെതിരെ ഫെമ ചട്ടലംഘനത്തിൽ ED കേസ് എടുത്തതാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട 3 തവണ നോട്ടീസ് നൽകിയെങ്കിലും അദ്ദേഹം ഹാജരായില്ല. 3 തവണയും ഹാജരായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. സാബു എം ജേക്കബ് തന്നെ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട ED നിലപാട് കടുപ്പിക്കുന്നതിനിടയിലാണ് 2020യുടെ NDA പ്രവേശനമുണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ തനിച്ചു നിന്ന 2020 വളരെ പെട്ടെന്നായിരുന്നു BJPയുമായിട്ട് സഖ്യം ചേരാനുള്ള തീരുമാനമെടുത്തത്. ED നടപടി ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് പാർട്ടിയുടെ NDA പ്രവേശനം ഉണ്ടായതെന്ന് ഇതോടെ തെളിയുകയായിരുന്നു. ഉത്തരേന്ത്യയിൽ BJP പയറ്റിയിരുന്ന അതേ നാടകം അത് ഇവിടെയും നടത്തിയിരിക്കുന്നു. എതിർക്കുന്നവനെ ജയിലിൽ അടയ്ക്കുക, വഴങ്ങുന്നവനെ ഒപ്പം കൂട്ടുക, ഇതാണ് BJPയുടെ നയം.